ഇന്ന് ചിങ്ങമാസം 1. അപ്പം ഇന്നത്തെ പൂക്കളം നമുക്ക് കാണാം കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുത്തിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ഇന്നും അധികം പൂക്കളൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള പരിമിതമായ പൂക്കൾ കൊണ്ടാണ് ഇന്ന് പൂക്കളം ഇടുന്നത് കേട്ടോ. ആദ്യത്തെ ദിവസത്തെ പൂക്കളം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാ രണ്ടാമത്തെ ദിവസം ഇന്ന് 1-ാം തീയതിയാണല്ലോ, മലയാള മാസം 1-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകാമെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുവിധം പൂക്കളൊക്കെ അവൾ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ കുളിച്ചിട്ട് വന്നിട്ട് പൂടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചു. ഇപ്പോൾ ഈ ഡേറ്റിട്ട് ഒരു ശീലമാണ് തുടങ്ങിയതാണ് കേട്ടോ, കുളിച്ചിട്ട് പൂവിടാമെന്ന്. പണ്ടൊക്കെ ഞാൻ കുളിക്കാതെയാണ് കേട്ടോ പൂവിടൽ കഴിഞ്ഞിട്ടാണ് കുളിക്കാറ്. അതുകൊണ്ട് പെട്ടെന്ന് വേദിട്ട് എണീറ്റ് വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മുക്കുറ്റി പറിക്കാൻ പോയി. അവളാണ് കേട്ടോ, ബേബിക്കുട്ടിയാണ് മുക്കുറ്റിയൊക്കെ പറിച്ചത്. അവൾക്ക് ഇത്രയും കിട്ടിയുള്ളൂ, കൈ കടയാന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത്ര മതി, ഞാനും ഇരുന്നൊന്നുമില്ല, കാരണം എനിക്ക് അമ്പലത്തിൽ പോകാനുണ്ട്. അപ്പോൾ പൂക്കളിട്ടിട്ട് വേണം വേഗം അമ്പലത്തിൽ പോകാൻ. നാളെയൊക്കെ ഞങ്ങൾക്ക് മുക്കുറ്റി കുറച്ച് തോനെ പറിക്കണം എന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പപ്പം പറിച്ചാലേ ശരിയാവുള്ളൂ. അപ്പോൾ ചാണകം ഞാൻ തന്നെ ഒന്ന് തേച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പൂക്കളം അടുത്ത് വെക്കാൻ പറയും അവളോടെ, കാരണം നമുക്കിങ്ങനെ എണീറ്റ് വന്ന് എടുക്കണ്ടല്ലോ കേട്ടോ. ഇപ്രാവശ്യം ചെമ്പരത്തിയൊന്നും അധികം കിട്ടിയില്ലേ, എവിടെയും ചെമ്പരത്തിമുട്ടൊന്നും കാണാനില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ചെമ്പരത്തിമുട്ട് ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രാവശ്യം ഒന്നുമില്ല. ഇതാ കുറച്ച് തുമ്പപ്പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ തന്നെ കുറച്ച് തുമ്പപ്പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ തുമ്പപ്പൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടായിരുന്നു അല്ലേ. ഇന്നത്തെ കാലത്ത് തുമ്പപ്പൂ കാണാൻ കിട്ടുന്നുണ്ടോ? ഇല്ല. എന്നാൽ ചിലവരുടെയൊക്കെ വീട്ടിലുണ്ടായിരിക്കാം കേട്ടോ, അറിയില്ല. അപ്പം ഞങ്ങൾ നടുക്കിൽ ഇന്ന് തുമ്പപ്പൂവ് തന്നെ വെച്ചു, പിന്നെ മുക്കുറ്റി വെച്ചു, പിന്നെ ചെമ്പരത്തിയും വെച്ചു കേട്ടോ. അങ്ങനെ ദാ ഇന്നത്തെ ചിത്തിര പൂക്കളം ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ പറ എങ്ങനെ ഉണ്ടെന്നേ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്തത്തെക്കാട്ടിലും കൂടുതൽ ഇഷ്ടമായത് ചിത്തിരയുടെ നാളിലെ പൂക്കളാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയിട്ട് സെറ്റ് മുണ്ട കൊടുത്തു കേട്ടോ. ഞാനല്ല എടുത്തത്, അമ്മയാണ് എനിക്ക് എടുത്തു തന്നത്. ബേബിയാണ് കേട്ടോ ഈ വീഡിയോ എടുത്തു തന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സെറ്റ് മുണ്ടാണ്. ഇപ്പോൾ വേദുട്ടനെ എൻ്റെ കൂടെ വരുന്നുണ്ട് അമ്പലത്തേക്ക്. ബേബി വരുന്നില്ല, അവൾക്ക് സ്കൂളുണ്ടല്ലോ, അപ്പോൾ മുടി കെട്ടാനും ഒക്കെ ലേറ്റ് ആവും. അപ്പോൾ പിന്നെ അവൾ മുടി കെട്ടാൻ അവിടെ നിന്നിട്ടു. അപ്പോൾ ഞാനും വേദും കൂടിയിട്ട് അമ്പലത്തിൽ പോകാം എന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നേ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചിങ്ങമാസം 1-ാം തീയതി എന്തായാലും ഒന്ന് അമ്പലത്തിൽ പോയി തൊഴണം എന്ന് കേട്ടോ. അത് നടന്നു. ഇനി ഓണ സമയത്ത് പോകാൻ പറ്റില്ലയെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം പോയി വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ നടന്നു പോണേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റയിലും ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. അപ്പോൾ ഞങ്ങളുടെ അമ്പലം എന്ന് പറയുന്നത് വെള്ളടിക്കുന്ന ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തേക്ക് പോവുക പറഞ്ഞാൽ നല്ലൊരു ഫീലാണല്ലോ. നല്ല ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്ക് അമ്പലത്തേക്ക് ഇങ്ങനെ പോകാൻ. പിന്നെ വേദുവിന് ഇഷ്ടമാണ് കേട്ടോ. വേദു ഇങ്ങനെ നടക്കും, അവൻ എടുക്കാൻ അങ്ങനെയൊന്നും പറയൊന്നുമില്ല കേട്ടോ. ഇത് അമ്പലത്തിലെത്തി പുഷ്പാഞ്ജലി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്യാമറ വെച്ചു കേട്ടോ. അപ്പോൾ വേദുട്ടനെ അത് കണ്ടു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ നല്ലൊരു പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നു കേട്ടോ. എന്താ പറയുക, നമസ്കരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ പ്രസാദമൊക്കെ കിട്ടി പുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ട് പിന്നെ അവിടെയൊക്കെ പ്രദക്ഷിണം വെച്ചു. അപ്പോൾ ഞാൻ വേദുവിനോട് എപ്പോഴും പറയൂ കേട്ടോ, അത് ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ കല്യാണം ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മടി. പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് കേട്ടോ കുറി തൊട്ടത്. അവിടെ ഒരു കണ്ണാടി ഉണ്ട്, പക്ഷേ ആ കണ്ണാടി മൊത്തം ഈ ചന്ദന ആൾക്കാർ തേച്ചിട്ട് ആകെ വൃത്തികേടായിട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ അവിടെ വെച്ചിട്ട് കുറി തൊടാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാണെങ്കിൽ എളുപ്പമാണല്ലോ, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, നമുക്ക് ക്ലിയറായി കാണാം. മറ്റേതിൽ ക്ലിയർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാമറ നോക്കിയിട്ട് കൂടിയിടുന്നത്. പിന്നെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ മാത്രമാണ് ഞാനിങ്ങനെ ക്യാമറ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാറൊന്നുമില്ല. ഇങ്ങനെ വീഡിയോ വെച്ചിട്ടും ഇങ്ങനെ അമ്പലത്തിലൊന്നും പോകുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാറൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്. ഇപ്പോഴാണ് കേട്ടോ എനിക്ക് അതിനൊക്കെ ഒരു കോൺഫിഡൻസ് വന്നത്. പിന്നെ വേദുവിനോട് പറയായിരുന്നു ഒരു ഹായ് കൊടുക്കടാ, ഞാൻ അമ്മ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. പിന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നു. നല്ല തിരക്കൊക്കെ ആണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കില്ല കേട്ടോ. അങ്ങനെ അങ്ങോട്ട് മടി തോന്നും, ചടപ്പൊക്കെ തോന്നും. ഇത് ആളുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിലെ. എന്തായാലും ചിങ്ങമാസം 1-ാം തീയതി ഞങ്ങളൊക്കെ അമ്പലത്തിൽ പോയി തൊഴുതു. നിങ്ങൾ അമ്പലത്തിൽ പോയോ ഇല്ലേ പറയൂ കേട്ടോ. ചിലവർക്ക് വൈകുന്നേരം പോകാനാവും ഇഷ്ടം, ചിലവർക്ക് രാവിലെ പോകാനാവും ഇഷ്ടം കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കണ്ണാടി. അതാകെ കാണില്ല, ആകെ ഒരു ഇതായി വൃത്തികേടായി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കണ്ണാടിയിൽ അങ്ങോട്ട് തേക്കണോണ്ടാണ് തോന്നുന്നുണ്ടേ. പിന്നെ കുറേ നായ്ക്കളുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഞങ്ങളിത് ആലിൻ്റെ അവിടെ പോയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. ഇത് വേദു എന്നോട് ചോദിക്കുകയാണ്, അമ്പലത്തിൽ എന്താ ചോറില്ല അമ്മേ, മാമൂല്ലേ? ഞാൻ പറഞ്ഞു അത് സപ്താഹ വായനയ്ക്കാണ് ഉണ്ടാവുക. ഇപ്പം എല്ലാ പ്രാവശ്യവും തൊഴാൻ വരുമ്പോൾ അമ്പലത്തിൽ നിന്ന് മാമൊന്നും കിട്ടില്ല. അവനെ അറിയില്ല, അവൻ്റെ വിചാരം അമ്പലത്തിൽ തൊഴാൻ വന്നു കഴിഞ്ഞാൽ മാമു ഉണ്ടാവുന്നത്. കാരണം ഇടയ്ക്ക് അമ്പലത്തിൽ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാവില്ല വിശേഷ ദിവസം, അതുകൊണ്ടാണ് അവൻ അതിങ്ങനെ ഓർത്ത് വെച്ചിട്ട് പറയുന്നത്. അപ്പം ഞങ്ങളിതാ അതൊക്കെ കഴിഞ്ഞതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയപ്പോൾ അവൻ ഫസ്റ്റ് ചോദിച്ചത് ബേബീനെയാണ് കേട്ടോ. ബേബി സ്കൂളിൽ പോയോ എന്നുള്ളൊരു ഇതിലാണ്. പക്ഷേ അവൾ സ്കൂളിൽ പോണതിന് മുന്നേ ഞങ്ങൾ എത്തിയിട്ടോ, നേരത്തെ എത്തി. 7:45-8 മണിയാകുമ്പോഴേക്ക് എത്തി. അപ്പോൾ അവളിതാ മുടിയൊക്കെ കെട്ടി റെഡിയായിട്ട് സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ രാവിലെ എന്നും ചായ കാപ്പിയൊക്കെ ഉപേക്ഷിച്ചു കേട്ടോ. ഇപ്പോൾ കുറേ മാസങ്ങളായി ചിയാ സീഡിൻ്റെ വെള്ളമാണ് ഞാൻ കുടിക്കാറ്, അല്ലാണ്ട് ഒന്നും കുടിക്കില്ല കേട്ടോ. എന്നും ഞാൻ ചായയും കാപ്പിയും കുടിക്കാതെ ഇതാണ് കേട്ടോ കുടിക്കുന്നത്. കുടിക്കുക പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങുക പറഞ്ഞൊരു ബുദ്ധിമുട്ടാണ്.
പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അങ്ങോട്ട് ഓക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ വേദു ഇങ്ങനെ പൂവിൻ്റെ കാര്യം ഇങ്ങനെ ഓരോന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നെ ഒരു 8:15 കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ അവളേനെ ബസ് കയറ്റാൻ പോവായി. ഒരു 8:15 ആകുമ്പോഴാണ് കേട്ടോ അവളുടെ ബസ് വരിക. 8:15 അല്ലെങ്കിൽ 8:20, 8:25. ചില ദിവസം ലേറ്റ് ആവും കേട്ടോ, ചില ദിവസം നേരത്തെയും വരും. അങ്ങനെയാണ് നമ്മൾ നിൽക്കുകയാണെങ്കിൽ കുറേ നല്ല നേരത്തെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നേരം വൈകിട്ടേ വരുള്ളൂ. നേരം വൈകിട്ടാണ് നിൽക്കുന്നത് വെച്ചാൽ നേരത്തെയും വരും. അങ്ങനെയാണ്. ഇതാണ് ഇപ്പോൾ യമയുടെ പൂക്കളാണ് കേട്ടോ. ഓരോ വീട്ടിലിപ്പോൾ ഇങ്ങനെ പൂക്കൾ, പണ്ടൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്ത് ബസ്സിലൊക്കെ പോകുമ്പോൾ ഓരോ വീട്ടിലെ പൂക്കൾ ഇങ്ങനെ നോക്കും. എന്നിട്ട് ഏത് പൂക്കളാണ് ഭംഗിയെന്ന് ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ ഓരോന്ന് പറയും കേട്ടോ. വേദു പൂപ്പനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിട്ടില്ല കേട്ടോ, ഓരോന്നിങ്ങനെ ചോദിക്കുകയും. അപ്പം ഞങ്ങളിത് എല്ലാവരും അവിടെ നിന്നിട്ടൊരു വട്ടമേശ സമ്മേളനം നടത്തുകയാണ്. പിന്നെ അതാ ബേബിയുടെ ബസ് വന്നു. 8:30 ആകുമ്പോഴേക്കും ബേബിയുടെ ബസ് വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ അതാ വേദു എന്നും ടാറ്റയും ഉമ്മയും ഒക്കെ കൊടുക്കുക. അവിടെ 2 കുട്ടികളൊക്കെ ഉണ്ട്. അതാ കുട്ടി ഇന്ന് അവിടെ ഇരിക്കുന്നത്. ടാറ്റ കൊടുക്കും എന്നും വേദിട്ടന്. ചേച്ചിയും അത് ടാറ്റ കൊടുക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇന്നത്തെ വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ ഞങ്ങൾ അധികം നേരമൊന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചോ, ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് കറുകപ്പത്തൂർക്ക് കേട്ടോ. വേദിട്ടനെ ചെരുപ്പെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. കുറേ വിചാരിക്കണം അവനെ ചെരുപ്പെടുക്കണമെന്ന്. അപ്പോൾ ഈ ഒരു കോട്ട് സെറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അടിപൊളി. അത് ഒരുവിധം എല്ലാവരുടെ കയ്യിലുണ്ടാവുകയെ. ഈ ഡ്രസ്സൊക്കെ ഇപ്പോൾ ലൂസായിട്ടോ, തടി കുറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. തടി കുറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡ്രസ്സ് പാകാവും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ തടി കുറച്ചത്. ഇനി എനിക്ക് തടി കുറയ്ക്കാണ്ട് കേട്ടോ. കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് തടി കുറയ്ക്കുന്നത്. ഓരോ കിലോ കുറയണമെങ്കിൽ നല്ല കഷ്ടപ്പാടാണ്. അപ്പോൾ ഞാനും വേദും കൂടിയിട്ട് കറുകപ്പത്തൂർക്ക് പോവുകയാണ്. അതിന് വേണ്ടി ഞങ്ങൾ റെഡി ആയി നിൽക്കുകയാണ്. അവൻ എന്നിട്ട് വേണം എനിക്ക് ബാലവാടിയിൽ ഇറക്കാൻ. ഞങ്ങൾ അവിടെ പോയി അധികം നേരമൊന്നും വൈകില്ല. 10 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടോ. അപ്പോൾ വേഗം ചെരുപ്പ് എടുക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെരുപ്പ് അവന് ക്രോക്സാണ് കൂടുതൽ അവൻ യൂസ് ചെയ്യുക. അപ്പോൾ അതാണെങ്കിൽ അവന് കംഫർട്ടാണ്. അപ്പം എന്നാൽ ഓണം സെലിബ്രേഷനൊക്കെയാണ് ബാലവാടിയിൽ വരുന്നത്. അപ്പം എന്നൊരു ക്രോക്സ് തന്നെ എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാണെങ്കിൽ പെട്ടെന്ന് കേട് വരില്ല. അപ്പോൾ ഇത് വേദിട്ട് എടുത്തുന്ന വീഡിയോ ആണ് കേട്ടോ എനിക്ക്. അവ പേടിയായിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ സഹായിക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവനെ പറ്റണ പോലെ അവൻ എനിക്ക് എടുത്ത് തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ബസ്സൊക്കെ കിട്ടിയിട്ടോ. അവനായിട്ട് ഞാൻ അങ്ങനെ ബസ്സിൽ പോകാറില്ല. ഇപ്പോൾ ഈയിടെയായിട്ട് ഞങ്ങൾ കൂടുതൽ ബസ്സിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഓണം പ്രമാണിച്ച് കടകളിലൊക്കെ നല്ല കളക്ഷൻ തന്നെയാണ് കേട്ടോ. നല്ല കളക്ഷൻ പറഞ്ഞാൽ നല്ല കളക്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ചെരുപ്പ് കടയ്ക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. അത്യാവശ്യം നല്ല കളക്ഷനുള്ളൊരു കടയാണ്. ഇവിടുന്ന് മുന്നേ ഞങ്ങൾ ചെരുപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയ്ക്കും ഒക്കെ ചെരുപ്പ് വാങ്ങിയത് ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞൊരു ക്രോക്സാണ് വേണ്ടത്. അപ്പോൾ അത് ഓരോന്ന് നോക്കി സൈസൊക്കെ നോക്കി. കുറച്ച് വലിയ സൈസാണ് കേട്ടോ അവൻ എടുത്തത്. കാരണം ചെറുതെടുക്കുമ്പോൾ അവരെ കാല് കാണുമ്പോൾ ചെറുതാണ് തോന്നുക. പക്ഷേ ക്രോക്സ് ഒന്നും കയറുണ്ടായിരുന്നില്ല, ഇതൊന്നും കയറുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കുട്ടി പറഞ്ഞിട്ട് ചിലപ്പോൾ ഒന്ന് ഇട്ടിട്ട് ശരിയാവണമെന്ന്. പക്ഷേ നമ്മളിനി റിസ്ക് എടുക്കേണ്ട വിചാരിച്ചു. ടൈറ്റൊക്കെ ആണെങ്കിൽ അവൻ ഇടുകയില്ല. കുറച്ച് ലൂസാണെങ്കിലും കുഴപ്പമില്ല വിചാരിച്ചിട്ട് കുറച്ച് വലുപ്പമുള്ളതാണ് കേട്ടോ എടുത്തത്. ഇതിനെക്കാട്ടിലും വലുപ്പമുള്ളൊരു ഓറഞ്ച് കളറോ അങ്ങനെ എന്തോ എടുത്ത ആളാ. ഈ ഒരു ചെരുപ്പാണ് അവനെടുത്തത്. ഇങ്ങനെ ചെരുപ്പുകളൊന്നും ഒരുപാട് വട്ടം വാങ്ങണതല്ല. ഒരു ചെരുപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ കാലം അത് യൂസ് ചെയ്യും കേട്ടോ. അങ്ങനെ ചെരുപ്പുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന സ്വഭാവം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പോട്ടം വന്നാലാണ് ഞങ്ങൾക്ക് ചെരുപ്പൊക്കെ കൂടുതൽ സെലക്ട് ചെയ്ത് തരിക. ഈ ബാഗിൻ്റെ റേറ്റൊക്കെ ഞാൻ ചോദിക്കായിരുന്നു കേട്ടോ. നല്ല ബാഗ് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ 150 പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ വിചാരിച്ചു കേട്ടോ. പക്ഷേ അതിന് 350 ആയിരുന്നേ. പിന്നെ ചിലതിനൊക്കെ 150 അങ്ങനെ റേഞ്ചാണ് വരുന്നത്. എന്നാലും കുഴപ്പമില്ല, നല്ല ഒരു ക്വാളിറ്റി തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കറക്റ്റ് നമ്മൾ യൂസ് ചെയ്താലല്ലേ അറിയുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഞാൻ ബാഗിൻ്റെ കളക്ഷനൊക്കെ അവിടെ നോക്കി, എല്ലാ ചെരുപ്പുകളൊക്കെ നോക്കി. കാണുമ്പോൾ രസമാണല്ലോ. കുറച്ച് വീഡിയോസ് എടുത്തിട്ട് നിന്നു. പിന്നെ ഞങ്ങൾ സാധനം കിട്ടി തിരിച്ചിറങ്ങിയിട്ടോ. അപ്പോൾ വേദിട്ടിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാന്നുള്ളൊരു പ്ലാനായിരുന്നു. അവൻ ഇങ്ങനെയാണല്ലോ, പുറത്ത് പോയി കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം. അപ്പോൾ അവൻ ആദ്യം ഡയറി മിൽക്ക് പറഞ്ഞു, പിന്നെ പറഞ്ഞു ജ്യൂസ് മതി പറഞ്ഞപ്പോൾ ഞാൻ 2-3 ജ്യൂസ് വാങ്ങിയിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നു ബസ്സിന്. അപ്പോൾ അവൻ പറയുന്നത് എന്താ ബസ് വരാത്തതെന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് വന്നു. ഓട്ടോ വിളിച്ച് പോകണമെന്നൊക്കെ ആട്ടോ ആദ്യം പറഞ്ഞത് കൂട്ടി. പിന്നെ ബസ് വന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, സമാധാനമായി. അവനെ ബസ് വന്ന് നേരെ ബാലവാടിക്ക് കൊണ്ടുവരുന്നപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. അങ്ങനെ ബാലവാടിയിലൊക്കെ അവനാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്ന് ഒരു ഉച്ചയാകുമ്പോൾ ചോറും കൂട്ടാനും പിന്നെ അതുപോലെ തന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ബേബിയുടെ ഒരു സാധനം വന്നു കേട്ടോ. ഇതാണ് ആ സാധനം. എന്താ ഇതിന് പറയുക, ടോട്ട് ബാഗോ അങ്ങനെ എന്തോ ആണ് ഇത്ര പറയുന്നത്. ഇത് ഇവൾക്ക് വേണം പറഞ്ഞിട്ട് ഇവൾ അച്ഛനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു വാങ്ങിക്കോളാൻ പറഞ്ഞിട്ട് അച്ഛൻ അയച്ചു കൊടുത്തതാണ് കേട്ടോ. ഇത് എന്തായാലും നല്ല സാധനം. ഇത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു, ഈ പൊതി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണോ ഇപ്പോൾ ടോട്ട് ബാഗ് പറയുന്നത്, വലിപ്പമൊന്നും ഇല്ലേ വിചാരിച്ചു. പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ. വലിയൊരു ബാഗാണ്. അത് കിട്ടിയപ്പോൾ അമ്മ പറഞ്ഞത് റേഷൻ കടയ്ക്ക് അരി വാങ്ങാൻ കൊണ്ടുപോയ ഒരു ബാഗായി ഇതാട്ടോ. കാരണം അത്രയും വലുപ്പമുണ്ട് ഇവിടെ. അവൾക്ക് ഓണം സെലിബ്രേഷൻ ഇടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടോ ഈ ബാഗ്.
അതൊരു എസ്തെറ്റിക്കൊക്കെ പോലെയുള്ള ഒരു ബാഗാണ് കേട്ടോ. ഇപ്പോഴത്തെ കോളേജ് കുട്ടികളും അതുപോലെ തന്നെ വർക്കിന് പോണവരൊക്കെ കൂടുതൽ ഇങ്ങനത്തെ ബാഗാണ് യൂസ് ചെയ്യാമെന്ന് കേട്ടോ അവൾ പറഞ്ഞത്. ഞാൻ ഇങ്ങനത്തെ ബാഗൊന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ നല്ല സ്പേസ് ഉണ്ട്. ഇപ്പോൾ കോളേജിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് ബുക്ക് കൊള്ളും. അതുപോലെ തന്നെ നമ്മൾ ഓഫീസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ലഞ്ചും വാട്ടർ ബോട്ടിലൊക്കെ ആക്കിയാൽ മതിയല്ലോ. അതിനൊക്കെ പറ്റിയ നല്ലൊരു ബാഗാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് മാത്രമല്ല എനിക്കും അത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരു ബാഗായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ നല്ലൊരു ജീൻസ്, ബാഗി ജീൻസ്, അങ്ങനത്തെ ക്രോപ്പ് ടോപ്പ് അതിൻ്റെ കൂടെ പറ്റിയ നല്ലൊരു ബാഗായിട്ട് എനിക്ക് തോന്നി കേട്ടോ. എനിക്കും ഇഷ്ടപ്പെട്ടു ബാഗ്. കാര്യം എന്ന് പറഞ്ഞാലും അടിപൊളി ബാഗാണ്. അപ്പോൾ അമ്മ ഇതാ പറയാത് കേട്ടോ, പറഞ്ഞ് ചിരിക്കുകയാണ്. റേഷൻ കടയ്ക്ക് പോകുമ്പോൾ അരി കൊണ്ടുപോകാൻ ഒരു ബാഗായി പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ പറയണു എന്താ അമ്മമ്മ ഇങ്ങനെയൊക്കെ പറയണത് ചോദിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. നല്ലൊരു ബാഗാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചിങ്ങം ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്